ഒരു അപകടത്തിന്റെ വാർത്ത എറണാകുളത്ത് നിന്ന് വരികയാണ്. ആലുവ മുട്ടത്ത് മെട്രോ പില്ലറിൽ ബൈക്ക് ഇടിച്ച് 20-കാരന് ദാരുണാന്ത്യം. പത്തനംതിട്ട സ്വദേശി ബിലാലാണ് മരിച്ചത്. ബൈക്കിന് പുറകിലിരുന്ന കൊല്ലം സ്വദേശി ശ്രീറാമിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ ചേരുകയാണ്. ഉമേഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? മനു, പ്രാഥമിക വിവരമനുസരിച്ച് ഇന്ന് പുലർച്ചെ 3:45-നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ രണ്ട് യുവാക്കൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനിടെ മുട്ടത്ത് ഈ കൊച്ചി മെട്രോയുടെ പില്ലറിൽ ഈ ബൈക്ക് ശക്തമായി ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇതിൽ ബൈക്ക് ഓടിച്ചിരുന്ന പത്തനംതിട്ട സ്വദേശി ബിലാലിനാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിലാലിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പത്തനംതിട്ട സ്വദേശിയാണ്. 20 വയസ്സാണ് ബിലാലിനുള്ളത്. ഇയാൾക്കൊപ്പം ഈ ബിലാലിനൊപ്പം ബൈക്കിന് പിന്നിലിരുന്ന കൊല്ലം സ്വദേശി ശ്രീറാമിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. ശ്രീറാമിനും 20 വയസ്സ് തന്നെയാണ്. രണ്ടുപേരും എറണാകുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലായത്. ഇവരുടെ തിരിച്ചറിയൽ കാർഡും മറ്റും ഉപയോഗിച്ചാണ് ഇപ്പോൾ രണ്ടുപേർ ആരൊക്കെയാണ്, ഏത് നാട്ടുകാരാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഇവർ ജോലി ചെയ്യുകയാണോ, വിദ്യാർത്ഥികളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിലൊരാൾ അന്ത്യം സംഭവിച്ചു, രണ്ടാമത്തെ ആൾ ഗുരുതര പരിക്കുമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. നിലവിൽ ബിലാലിൻ്റെ മൃതദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഇനി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതേസമയം കൊല്ലം സ്വദേശി ശ്രീറാം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. മനു, എന്താണ് അമിതവേഗതയാണോ, എന്താണ് അപകട കാരണമെന്ന് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പില്ലറിലേക്ക് പോയി വണ്ടി ഇടിച്ച് കയറിയത്? അതിനെക്കുറിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്? മനു, ഒരുപക്ഷെ അമിത വേഗത തന്നെ ആയിരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നു. കാരണം ഈ പുലർച്ചെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൊച്ചിയിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. മെട്രോ പില്ലറിൽ കാറാണെങ്കിലും ബൈക്കുകളാണെങ്കിലും ഇടിച്ചിട്ടുള്ള അപകടം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം, അമിത വേഗതയായിരിക്കാം, പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ അതെന്താണ് എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അധികം വൈകാതെ തന്നെ എന്താണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ബൈക്ക് ഓടിച്ചയാൾ മയങ്ങിപ്പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. ശരി, നോക്കാം എന്തായാലും സംഭവിച്ചത്. പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. എന്താണ് നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അല്പസമയത്തിന് തന്നെ അതിലൊരു വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കാഴ്ചയിലേക്ക് പോകാം.